നമസ്കാരം കുമാർജി. കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്പാകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭീകരവാദ പ്രവർത്തനം, ലഹരി മരുന്നുകളുടെ വ്യാപാരം തുടങ്ങി പല തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെയും നടക്കുന്നതായാണ് ലഭ്യമാകുന്ന വിവരം. ഇതിൽ എന്ത് പറയുന്നു? അല്ല, കേരളത്തിൻ്റെ ഈ ക്രമസമാധാന നിലയിൽ വലിയ തകരാറുണ്ട്, വലിയ പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി നമ്മളതിൻ്റെ ഉദാഹരണങ്ങൾ പലതവണ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയുമാണ്. കേരളത്തിലെ പോലീസ് സംവിധാനം പോലും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ പെടുന്ന ഘട്ടങ്ങൾ വരെ എത്തിയിട്ടുണ്ട്. കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിനെതിരെ അത്രമാത്രം വലിയ പരാതികൾ കഴിഞ്ഞ കുറേ നാളുകളായി പോയിട്ടുണ്ട്. താരതമ്യേന കുറ്റകൃത്യങ്ങൾ കുറഞ്ഞ നാടാണ് കേരളം എന്ന നിലയിൽ നമുക്ക് നമ്മുടെ പൂർവ്വകാലത്ത്, അതായത് ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് വരെയെങ്കിലും ഒരു റെക്കോർഡ് നമുക്ക് ദേശീയ തലത്തിലുണ്ടായിരുന്നു. ഈ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെയൊക്കെ റിപ്പോർട്ട് വരുമ്പോൾ നമ്മൾ അന്ന് മലയാളികൾ എന്നതിൽ അഭിമാനിച്ചിരുന്നു. കാരണം കുറ്റകൃത്യങ്ങളുടെ തോത് കേരളത്തിൽ വളരെയധികം കുറവായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. കേരളം കുറ്റകൃത്യങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങൾക്കൊപ്പം കിടപിടിക്കുന്ന തരത്തിലുള്ള ഒരു സംസ്ഥാനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് പൊതുവെ കേരളത്തിൻ്റെ സംസ്കാരത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ്. പല കാര്യങ്ങളും അത്തരത്തിൽ കേരളത്തിൻ്റെ സമൂഹത്തിലേക്ക് കടന്നുകൂടിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തിരുവല്ലയിലെ ഒരു ഉണ്ടായ കൂട്ട ബലാത്സംഗം, ആ കൂട്ട ബലാത്സംഗവുമായി ബന്ധപ്പെട്ടാണ് വാർത്തകൾ പുറത്തു വന്നപ്പോൾ ഈ ചർച്ചകൾ ആരംഭിച്ചത്. അതായത് കേരളം ആ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന രീതി പോലും ഒന്ന് നോക്കണം. വടക്കേ ഇന്ത്യയിലല്ല, ഉത്തർപ്രദേശിലല്ല, അല്ലെങ്കിൽ മറ്റ് പല സംസ്ഥാനങ്ങളുടെയും പേര് പറയുന്നുണ്ട്. ഈ സംസ്ഥാനങ്ങളിലല്ല, കേരളത്തിലാണ് ഇത് നടന്നത് എന്നതിൽ വലിയ അത്ഭുതം എന്നൊക്കെയാണ് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സത്യത്തിൽ ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല, ഇതൊരു അത്ര വലിയ കാര്യവുമല്ല. പക്ഷേ കേരളത്തിൻ്റെ സമൂഹത്തിൻ്റെ ഒരു പൊതുവെയുള്ള സംസ്കാരം, ഒരു പൊതു സ്വഭാവം, അതിന് വിരുദ്ധമായ കാര്യങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളത്തിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ്, അതിൻ്റെ ഒരു ഉദാഹരണമാണ് കേരളത്തിൻ്റെ ഈ ചെറിയ ചെറിയ നഗരങ്ങളിലെല്ലാം പൊട്ടിമുളച്ചു വരുന്ന സ്പാകൾ, ഇത്തരത്തിലുള്ള സ്പാകൾ. ആ സ്പാകളിൽ നിരവധി ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. നിരവധി ആളുകളുടെ ഒരു ഉപജീവന മാർഗം കൂടിയാണിത്. സ്പാ എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട ഒരു കാര്യമെന്ന് എനിക്ക് അർത്ഥമില്ല. പക്ഷെ അത്തരമൊരു ഇടം എന്ന രീതിയിലായി ഇപ്പോൾ ആൾക്കാർ അതിനെ കണക്കാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം അനധികൃതമായിട്ടാണ് ഇത് പലതും പ്രവർത്തിക്കുന്നത്. കൃത്യമായി യോഗ്യതകളൊന്നും ഇവിടെ പ്രവർത്തിക്കുന്ന മെസ്സേജുകൾക്കോ അല്ലെങ്കിൽ ഡോക്ടർമാർക്കോ ഒന്നും തന്നെ ഇല്ല. ആ ഒരു രീതിയിൽ ഈ സ്പാകളെ മാറ്റുന്നതിൽ അതാത് പ്രദേശങ്ങളിലെ ഭരണ നേതൃത്വത്തിന് വ്യക്തമായ രീതിയിൽ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരം മേയർ ഇടപെട്ടിട്ട് പറഞ്ഞ് തിരുവനന്തപുരത്ത് അത്തരം അനധികൃതമായി പ്രവർത്തിക്കുന്ന എല്ലാ സ്പാകളും കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ കൃത്യമായ രീതിയിൽ അന്വേഷണം നടക്കും. ആ ഒരു പല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇതുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള ആണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അതെ, അതിനകത്ത് മറ്റ് ചില സാമൂഹിക പ്രശ്നങ്ങളുണ്ട്. ഇതിനകത്ത് നിയമപരമായ പ്രശ്നങ്ങൾക്കപ്പുറം ചില സാമൂഹിക പ്രശ്നങ്ങൾ കൂടി ഈ ഒരു വിഷയത്തിലുണ്ട്. കാരണം കേരളം തൊഴിലില്ലായ്മ അതിരൂക്ഷമായിരിക്കുന്ന ഒരു ഇന്ത്യൻ സംസ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതർ ഉള്ള സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. സാക്ഷരതാ നിരക്ക് കൂടുതലാണ്, അമേരിക്കയിലെ ലിവിങ് സ്റ്റാൻഡേർഡാണ് എന്നൊക്കെ പലരും തള്ളുന്നുണ്ടെങ്കിലും ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെപ്പോലെ അല്ല, കേരളം തൊഴിൽ രഹിതരുടെ ഒരു നാടായി മാറിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഇത്തരം പല കേരളത്തിൽ പച്ചപിടിക്കുന്ന വ്യവസായം ഏതാണ് എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ മനസ്സിലാവുമല്ലോ. ഈ ലോട്ടറിയിൽ നിന്നും മദ്യത്തിൽ നിന്നുമൊക്കെയാണ് വരുമാനം എന്ന് നമ്മൾ പറയുമ്പോഴും, ലോട്ടറി എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം ആളുകളെ പിഴിഞ്ഞുണ്ടാക്കുന്ന കാശാണ്. അത് ലോട്ടറി വിൽക്കുന്ന തൊഴിലാളികളെ അടക്കം പിഴിഞ്ഞ് സർക്കാർ ഉണ്ടാക്കുന്ന കാശാണ്. അതല്ല, ഇവിടെ മദ്യ വ്യവസായം അത് ഒരു പ്രശ്നവുമില്ലാതെ കേരളത്തിൽ തടിച്ചു കൊഴുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ മറ്റൊരു മേഖലയാണ് ക്വാറി വ്യവസായം. അതുപോലെ മറ്റൊരു വ്യവസായമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ സ്പാ വ്യവസായം. ഇപ്പോൾ ബോഡി മസാജ് കൊടുക്കുന്നതിലോ ബോഡി മസാജ് സ്വീകരിക്കുന്നതിലോ ഇതിപ്പോൾ ആയുർവേദത്തിൻ്റെ നാടാണ് കേരളം. ആ ആയുർവേദത്തിൻ്റെ നാട്ടിലാണ് ഇത്തരത്തിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് മസാജുകൾ, വിദേശ മസാജുകൾ വരുന്നത്. ഇപ്പം ആ മസാജുകളിൽ ഭൂരിഭാഗവും ഒരു എൻജോയ്മെൻറ്റും എൻ്റർടൈൻമെൻറ്റും ഒക്കെയാണ് എന്ന് നമുക്കറിയാം. അവരുടേതായ ഭാഷയിൽ പറഞ്ഞാൽ ഇതൊരു ഹാപ്പി എൻഡിങ് മസാജാണ്. ഈ ഹാപ്പി എൻഡിങ് മസാജുകൾ കൊടുക്കുന്നതോ അത് സ്വീകരിക്കുന്നതോ തെറ്റാണ് എന്നുള്ള അഭിപ്രായത്തിലല്ല പറയുന്നത്. പക്ഷേ
ഇത്തരം മേഖലകളിൽ ഈ ചില നിയമവിരുദ്ധമായ, ചില സമൂഹത്തിന് വിരുദ്ധമായ പല കാര്യങ്ങളും നടക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഈ നേരത്തെ പറയുന്ന പോലെ ഈ ലൈംഗിക ബന്ധം മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനകത്തേക്ക് ഈ മേഖലയിലേക്ക് വരാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളെ ബാഹ്യ പ്രേരണയാൽ ഈ ഇത്തരം മേഖലകളിലേക്ക് വന്നുകൂടുന്നവരുണ്ട്. ഇവിടെ ഇത്തരത്തിലുള്ള ശാരീരികമായ ആക്രമണങ്ങൾക്ക് ഇരയാകുന്നവരുണ്ട്. എന്തിനേറെ പറയുന്നു, പ്രായപൂർത്തിയാകാത്ത കുട്ടികളെപ്പോലും ഇത്തരം മേഖലകളിലേക്ക് കൊണ്ടുവന്ന് ചൂഷണം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഗുണ്ടാ പിരിവുകൾ, ഗുണ്ടാ സംഘങ്ങളുടെ അഴിഞ്ഞാട്ടം, സൈഡ് ബിസിനസ് ആയിട്ടുള്ള മയക്കുമരുന്ന് വ്യാപാരം, ഇതെല്ലാം തന്നെ ഈ ഒരു മേഖലയിലേക്ക് കടന്നുകൂടാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ പറഞ്ഞല്ലോ അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്പാ എന്ന്. അധികൃതമായിട്ട് പ്രവർത്തിക്കുന്ന സ്പാ ഏതാണ്? സ്പാ എന്ന ഒരു ഇതിന് മാത്രമായി ഇവിടെ മാനദണ്ഡങ്ങളൊന്നുമില്ല. അവിടുത്തെ തദ്ദേശ സ്ഥാപനത്തിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് അധികൃതമായി എന്ന് പറയേണ്ടി വരും. അങ്ങനെയല്ലല്ലോ. ഇവിടെ ഒഴിച്ചിൽ നടത്തുന്ന അല്ലെങ്കിൽ മസാജ് കൊടുക്കുന്ന ആളുകൾക്ക് ഇന്ന ക്വാളിറ്റി വേണം, അല്ലെങ്കിൽ ഇന്ന തരത്തിലുള്ള ക്വാളിഫിക്കേഷൻ വേണം എന്നൊന്നും ഇവിടെ നിഷ്കർഷയില്ല. പക്ഷേ ഒരു പരിധി വരെ അതൊരു പേഴ്സണൽ സർവീസാണ്. ആ പേഴ്സണൽ സർവീസ് കൊടുത്ത് അതിനുള്ള കസ്റ്റമേഴ്സിനെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് ഒരു പരിധിവരെ ഒരു ഉപജീവന മാർഗമായി, വ്യവസായമായിട്ടുമൊക്കെ നമുക്ക് പരിഗണിക്കാം. പക്ഷേ ഇതിനകത്ത് വരുന്ന അസാൻമാർഗികമായ വിഷയങ്ങൾ, ഇതുപോലെയുള്ള സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ലൈംഗിക ചൂഷണത്തിന് ഇരയാകാൻ സാധ്യതയുള്ള മേഖല, നേരത്തെ സിനിമാ മേഖലയൊക്കെ പറഞ്ഞതുപോലെ, അതോടൊപ്പം തന്നെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ, ലഹരി വിൽപ്പന, കുട്ടികൾക്കെതിരായിട്ടുള്ള പീഡനം, ഇതെല്ലാം നടക്കാൻ സാധ്യതയുള്ള മേഖല ആയതുകൊണ്ട് ഇതിന് മുകളിൽ ഒരു സൂപ്പർവിഷൻ, സർക്കാർ സൂപ്പർവിഷൻ, അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം നേരെ ചൊവ്വേ പോകുന്നു. അതിനകത്തേക്ക് വരുന്ന ജോലിക്കാരാകട്ടെ, അവിടേക്ക് വരുന്ന കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ, അത് മറ്റാരുടെയെങ്കിലും അല്ലെങ്കിൽ ആ സ്ഥാപനം നടത്തുന്നയാളുടെയോ ഒന്നും ഒരു പീഡനത്തിനും ഇരയാകുന്നില്ല. ആരും അവിടെ വന്ന് സഫർ ചെയ്യുന്നില്ല എന്ന് ഉറപ്പാക്കാൻ പോലീസിനും നിയമ സംവിധാനങ്ങൾക്കും കഴിയും. പക്ഷെ അതിന് പകരം പോലീസ് കൈക്കൂലി വാങ്ങിയതിന് ശേഷം ഇത്തരം സ്പാ സെൻ്ററുകൾക്ക് നേരെ കണ്ണടച്ചു കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയിലാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഗുണ്ടാ സംഘങ്ങൾ വരികയും ലക്ഷങ്ങളുടെ കപ്പം ചോദിക്കുക, അത് കൊടുക്കാതെ വരുമ്പോൾ അവിടുത്തെ ജീവനക്കാരെ ബലാത്സംഗം ചെയ്യുക, ഒരു സ്പായെ തകർക്കാനായിട്ട് മറ്റൊരു സ്പാ ജീവനക്കാരൻ ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുക്കുക, അങ്ങനെ ഒരു ആരോപണമാണ് വന്നത്. അത് ശരിയാണോ ഇല്ലയോ നമുക്കറിയില്ല. പക്ഷെ അങ്ങനെയൊക്കെയുള്ള സമൂഹത്തിന് നിരക്കാത്ത കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത ഈ മേഖലകളിൽ കൂടുതലാണ്. അത് കൃത്യമായി നോക്കാൻ, അല്ലെങ്കിൽ അത് കൃത്യമായി നിരീക്ഷിക്കാനുള്ള സംവിധാനമാണ് നമ്മൾ ഒരുക്കേണ്ടത്. അതാണ് ഇവിടെ ഇല്ലാത്തതും. ആ സംവിധാനങ്ങളുടെ അപര്യാപ്തതയിലാണ്. കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണ് ഇവർക്ക് ലൈസൻസുകൾ കൊടുത്തിരുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ നേരത്തെ മുൻ സൂചിപ്പിച്ചതുപോലെയുള്ള ചൈൽഡ് അബ്യൂസ് തന്നെ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനപ്പുറം മറ്റു പല കാര്യങ്ങളും നടക്കാനുള്ള ഒരു സാധ്യതയുള്ള മേഖലയും കൂടിയാണ്. കാരണം ലഹരി മരുന്നുകളുടെ വൻ രീതിയിലുള്ള വിപണനം വരുമ്പോഴത്തേക്കും, കുറച്ച് നാളുകൾക്ക് മുന്നെയാണ് ജിം കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഭീകരവാദ പ്രവർത്തനം പോലുള്ള കാര്യങ്ങൾ നടന്നത്. അപ്പോൾ സ്ത്രീകളെ മറ്റ് പല രീതിയിലേക്കും ലവ് ജിഹാദ് പോലുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താനുള്ള സാധ്യതയും ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കെ രാജ്യവിരുദ്ധമായിട്ടുള്ള, അവിടുത്തെ മനുഷ്യരെ വിരുദ്ധമായിട്ടുള്ള, കുട്ടികൾക്ക് ചൂഷണം ചെയ്യപ്പെടുന്ന ഇത്തരമൊരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഇവർക്ക് ഈ ലൈസൻസ് ലഭിക്കുന്നത്? അല്ല, ഈ ലൈസൻസ് എന്ന് പറഞ്ഞാൽ സ്പാ ലൈസൻസ് ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ ലൈസൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സ്വർണ്ണപ്പണയം എടുക്കുന്ന ഒരു പ്രൈവറ്റ് സ്ഥാപനത്തെ നോക്കിക്കഴിഞ്ഞാൽ ആ ബോർഡിൻ്റെ കീഴിൽ ഗവൺമെൻറ് അംഗീകൃതം എന്ന് എഴുതി വെച്ചിട്ടുണ്ടാകും. അവിടെ ഗവൺമെൻറ് അവിടെ ഒരു ഫിനാൻസ് സ്ഥാപനം നടത്താൻ അംഗീകാരം കൊടുക്കുകയല്ല ചെയ്യുന്നത്. അവരൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിന്നും ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് പ്രകാരം അവരൊരു ലൈസൻസ് എടുക്കുന്നു. അത് ഈ പറയുന്ന മസാജ് സെൻ്ററാണ്, മസാജ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വെൽനസ് സെൻ്ററാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് അവർ ഈ ലൈസൻസ് എടുക്കുന്നത്. ലൈസൻസ് കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പ്രത്യേകിച്ചും ഇപ്പോഴെല്ലാം ഓൺലൈൻ ആപ്ലിക്കേഷനുമാണ്. അതിൻ്റെ തുടക്കത്തിൽ അതിൻ്റേതായ വെരിഫിക്കേഷനൊക്കെ അവർ ചെയ്യുന്നുണ്ടാകും. പക്ഷേ അതിനുശേഷം നടക്കുന്ന ഇടപാടുകൾ എന്ത്, അതിനുശേഷം നടക്കുന്ന നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ? ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം വൈറലായ ഒരു പോലീസുകാരൻ്റെ വാക്കുണ്ട്.
അതായത് നമ്മുടെ എനിക്ക് തോന്നുന്നു നെടുമങ്ങാട് മറ്റോ CI ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. നെടുമങ്ങാട്ടെ ഷാജഹാൻ എന്നാണെന്ന് തോന്നുന്നു. ഒരു CIO SIO ആണ്. ആ പോലീസ് ഉദ്യോഗസ്ഥൻ വളരെയധികം ജനകീയനായ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ അധികാര പരിധിയിൽ വരുന്ന ആളുകളോട് വളരെയധികം വിനയത്തോടു കൂടിയും ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അതിൻ്റേതായ ഒരു ജനകീയ പോലീസ് എന്ന രീതിയിൽ പെരുമാറുന്ന മാതൃകാപരമായ ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള റീലുകളും സമൂഹ മാധ്യമ പോസ്റ്റുകളുമെല്ലാം വളരെയധികം വൈറലാണ്. അദ്ദേഹം ഉത്സവത്തിൽ പങ്കെടുക്കുക, അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടികളിൽ യുവാക്കൾ വന്ന് ഷേക്ക് ഹാൻഡ് കൊടുക്കുക, അങ്ങനെ അദ്ദേഹം ആ നാട്ടിൽ വളരെയധികം ജനകീയനാണ്. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിരുന്നു, നിങ്ങൾ 7 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആൺമക്കളെ പുറത്തിറക്കരുത്, അത് ഇറങ്ങുന്നില്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം എന്നാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ആ വാക്കുകളെ വലിയ രീതിയിൽ ഇവിടെ ആഘോഷിക്കപ്പെടുന്നത് നമ്മൾ കണ്ടു. പക്ഷെ അതിന് ആ വാക്കുകൾക്ക് പിന്നിൽ ഒരു ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമുണ്ട്. 7 മണിക്ക് ശേഷം പെൺകുട്ടികൾക്കെന്നല്ല ആൺകുട്ടികൾക്ക് പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത നാടാണ് നമ്മുടെ നാടെന്ന് അധികാരപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ സാക്ഷ്യപ്പെടുത്തി നാട്ടുകാർക്ക് മുന്നറിയിപ്പ് നൽകുന്നതാണത്. എന്തുകൊണ്ടാണ് നിങ്ങൾ 7 മണിയായാലും 8 മണിയായാലും 12 മണിയായാലും നിങ്ങൾ നാട്ടിലിറങ്ങി നല്ലത് ചെയ്യൂ എന്ന് പറയേണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇറങ്ങരുത് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ സമൂഹം അത്രമാത്രം മലീമസമാണ്. ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ താൻ വിചാരിച്ചാൽ പോലും നേരെയാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജൂറിസ്ഡിക്ഷനിൽ പോലും ഉണ്ട് എന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥന് ഉത്തമ ബോധ്യം വന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നിരാശയിൽ നിന്നും, അദ്ദേഹം ഒരുപക്ഷെ നിരാശ കൊണ്ടായിരിക്കില്ല പ്രത്യക്ഷത്തിൽ പറഞ്ഞത്, പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്നും ഉയർന്നു വന്ന വാക്കുകളാണ്. അതിലൊരു വലിയ അപകടം പതിയിരിപ്പുണ്ട്. ഗുജറാത്തിലും മറ്റുമൊക്കെ പെൺകുട്ടികൾ രാത്രി 12 മണിക്ക് പുറത്തിറങ്ങി പോകുന്നതും റോഡിൻ്റെ നടുക്ക് എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ നടുക്ക് ചെറിയ ചെറിയ ഗാർഡൻസ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് കാണാം. അവിടെ പോയിരുന്ന് അത്താഴം കഴിക്കുന്നതുമായ കാഴ്ചകളൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരാൾക്ക് 6 മണിക്ക് ശേഷം പോലും ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ, തിരുവനന്തപുരം നഗരത്തിൽ വെളുപ്പാങ്കാലത്ത് സൂര്യപ്രകാശം വരുന്നതിന് മുമ്പ് 5 മണിക്ക് മുമ്പ് നടക്കാനിറങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എങ്കിൽ ആ സാമൂഹിക അവസ്ഥ പരിശോധിക്കപ്പെടേണ്ടതാണ്. അത്തരം സമൂഹത്തിലാണ് ഇത്തരം വെൽനസ് സെൻ്ററുകൾ നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായി ഇറങ്ങി വരുന്നത്. അപ്പോഴുണ്ടാകുന്ന സൈഡ് എഫക്റ്റും കുഴപ്പങ്ങളുമാണ് നമ്മൾ തിരുവല്ലയിൽ കണ്ടത്, ഇനി പലയിടത്തും കാണാനിരിക്കുന്നതും. ഇത് മറ്റൊരു ലെവലിലേക്ക് പോകാതിരിക്കാൻ ഇപ്പോൾ തന്നെ ഇവർ തമ്മിൽ വലിയ മത്സരമുണ്ട്. ഇപ്പോൾ എനിക്കും ഹരിക്കും അടക്കമുള്ള ആളുകൾക്ക് ഇത്തരം സെൻറ്ററുകളിൽ നിന്ന് കോൾ വന്നിട്ടുണ്ടാകാം. ഞങ്ങളുടെ ചാർജ് ഇത്രയിൽ നിന്ന് 2000-ൽ നിന്നും 1500 കുറച്ചിരിക്കുന്നു, കൂടുതൽ സ്റ്റാഫുകൾ എത്തിയിട്ടുണ്ട്, മലയാളി പെൺകുട്ടികളുണ്ട്, നോർത്ത് ഇന്ത്യൻ പെൺകുട്ടികളുണ്ട്, നിങ്ങൾക്ക് വന്നാൽ ആരെ വേണമെന്ന് തിരഞ്ഞെടുക്കാൻ സാധിക്കും എന്നിങ്ങനെയൊക്കെയുള്ള ധാരാളം ഫോൺ റെക്കോർഡിങ്ങുകൾ നമുക്ക് കേൾപ്പിക്കാൻ പറ്റും. അത്തരത്തിൽ വ്യാപകമായ രീതിയിൽ മാംസ വ്യാപാരം ഇതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ ഒരു പരിധിവരെ ഒരു ലൈംഗിക ദാരിദ്ര്യമുള്ള ഒരു സമൂഹത്തിൽ പെട്ടെന്നുള്ള നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ അപകടങ്ങൾ പതിയിരിക്കുന്ന സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ഒരു ലിബറലൈസ്ഡ് സൊസൈറ്റി ജീവിക്കുന്ന തരത്തിലുള്ള സൗകര്യങ്ങൾ അത് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റ്, അവിടേക്ക് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും ഗുണ്ടകളും ഒക്കെ കടന്നു ചെല്ലാതിരിക്കാൻ നോക്കേണ്ട, അല്ലെങ്കിൽ അവരെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് ഈ ഒരു സംവിധാനങ്ങൾക്ക് വേണ്ട സുരക്ഷ നൽകേണ്ട ഒരു ലീഗൽ സംവിധാനം, ഭരണപരമായ സംവിധാനം കേരളത്തിന് ഇല്ല എന്നാണ് ഈ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഇനി ഇത്തരം ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലെങ്കിലും മറ്റ് സംവിധാനങ്ങൾ ഉണ്ടാകട്ടെ. തീർച്ചയായിട്ടും ഇതിൽ പ്രവർത്തിക്കുന്ന ക്രിമിനൽ സംഘങ്ങളെ പിടിക്കപ്പെടട്ടെ. അതോടൊപ്പം ഇതിനെ സംശുദ്ധമായ ഒരു രീതിയിൽ, കാരണം ഇത്തരം വെൽനസ് സെൻ്ററുകൾ നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ കാരണം ടൂറിസം കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനമായ കേരളത്തിൽ ഇത്തരം വെൽനസ് സെൻ്ററുകൾ ആവശ്യമാണ്. പക്ഷേ അതിൽ പതിയിരിക്കുന്ന ഇത്തരം അപകടകാരികളായിട്ടുള്ള ക്രിമിനൽ ഗുണ്ടാ സംഘങ്ങളെയും അതേപോലെ ക്രിമിനൽ പ്രവർത്തനങ്ങളെയും അമർച്ച ചെയ്യുവാനായിട്ട് സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയട്ടെ. നമസ്കാരം.